ഈ സംഭവം നടക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ എരഞ്ഞോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. 31/10/2010 തീയതി ഏതാണ്ട് 12 മണി കഴിഞ്ഞ സമയത്ത് ഇലക്ഷനിൽ ജയിച്ച ആൾക്കാർ സത്യപ്രതിജ്ഞ, വാർഡിൽ ജയിച്ച ആൾക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് തൊട്ടടുത്ത ദിവസം. അപ്പം എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ജയിച്ച വാർഡ് മെമ്പർ ഈ എരഞ്ഞോളി ഭാഗത്ത് എല്ലാം കയറി ഇറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ആൾ വാതിൽ തുറന്നില്ല. ആ വിവരം ഈ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ഈ വീട്ടിലെ സ്ത്രീയുടെ ചേട്ടത്തിയുടെ മകൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളവിടെ പോയിരുന്നു വിവരം പറയാൻ വേണ്ടി. നളിനേച്ചർ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അവരെ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാളും ഭാര്യയും കൂടെ ചേർന്ന് ഈ നളിനിയുടെ അവരുടെ വീട്ടിൽ ചെന്നു. അവരൊരു 65 വയസ്സുള്ള സ്ത്രീയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് താമസം തറവാട്ടിൽ. രാത്രിയിൽ ഉറങ്ങാൻ ചേച്ചിയുടെ മകൻ്റെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേനും അവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് അവരിവിടെ വരും, തറവാട്ടിൽ വന്ന് ഇരിക്കും. അങ്ങനെ ഇവൻ അന്വേഷിച്ച് വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഇവർ നടുമുറിയിൽ കിടക്കുക, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. കഴുത്തിൽ ചെറിയ പാട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വന്നയാളുടെ ഭാര്യ നോക്കുമ്പോൾ കാതിലെ ഒരു സ്റ്റഡ് കാണുന്നില്ല, മാലയും കാണുന്നില്ല. ഫോണിലൂടെ വിവരം വിളിച്ച് പറഞ്ഞ് കുറേ ആൾക്കാർ ഓടി വന്നു. ഉടനെ തന്നെ അവർ ഡോക്ടറെ വരുത്തി, നാട്ടിലുള്ള ഒരു ഡോക്ടറെ വരുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് ജീവനില്ല, ഇവർ മരിച്ചുപോയെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ വിവരം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ കിട്ടുന്നു. അത് അവിടെ ക്രൈം 1253/2010 FIR രജിസ്റ്റർ ചെയ്തു. കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത് അന്നത്തെ CA ആയിരുന്ന U പ്രേമനാണ്. അതിനകത്ത് സ്റ്റഡ് പോയതുകൊണ്ടും മാല പോയതുകൊണ്ടും കഴുത്തിലെ പാട് ഒരു ലിഗേച്ചർ മാർക്കുണ്ടായിരുന്നു. കൊലപാതകമാണ് എന്നാണ് FI മൊഴി. അങ്ങനെ തന്നെ FIR ഇട്ട്. പ്രേമനും പാർട്ടിയും CD പാർട്ടിക്കാരുണ്ടായിരുന്നു. ബിജുരാജ്, അജയൻ തുടങ്ങിയ ആൾക്കാർ, ഞാനും ഉണ്ട്, എൻ്റെ കൂടെയുള്ള പോലീസുകാരുമുണ്ട്. ഞാനന്ന് തലശ്ശേരി DYSPയാണ്. ഞങ്ങളെല്ലാവരും അവിടെ എത്തി. പ്രേമൻ ഇൻക്വസ്റ്റ് നടത്തി. ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഈ ലിഗേച്ചർ മാർക്ക് കണ്ടെടുത്തുനിന്ന് ഫൈബേഴ്സ് കളക്ട് ചെയ്തിരുന്നു. സെല്ലോഫൈൻ ടേപ്പ് വെച്ചിട്ട് കളക്ട് ചെയ്തിരുന്നു. അതായത് ആ കഴുത്ത് ഞെരിക്കാനായിട്ട് ഉപയോഗിച്ച തുണി എന്താണോ, എന്ത് മെറ്റീരിയലാണോ അത്, അതിൻ്റെ ഒരു പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയാണ് ഈ സെല്ലോഫൈൻ ടേപ്പ് എടുത്തിട്ട് ഫൈബർ അവിടെ നിന്ന് കളക്ട് ചെയ്തത്. അതിനുശേഷം ബാക്കി നടപടികളൊക്കെ നടത്തി അന്വേഷണത്തിൽ, പോലീസിൻ്റെ അന്വേഷണത്തിലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രകാരവും ഇതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചു. മോഷണം നടത്തുന്നതിനിടയിൽ നടന്ന കൊലപാതകമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ആയിട്ട് തന്നെ നടത്തണം. സ്ക്വാഡുകാരെ അവിടെ തന്നെ വെച്ച് കൂട്ടി ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. ഒരു ടീമിനോട് ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കളവ് കേസുകൾ പെട്ടിട്ടുള്ള പ്രതികളുടെ നടപ്പ് അവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി
പറഞ്ഞു. വേറൊരു ടീമിനോട് ജില്ലയ്ക്ക് പുറത്ത് ഇത്തരം കേസുകളിൽപ്പെട്ട ആൾക്കാർ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അയച്ചു. വേറെ മൂന്നാമത്തെ ടീമിനെ ഈ സംഭവം നടന്ന സ്ഥലത്തിനടുത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരെക്കുറിച്ച് നിരീക്ഷിക്കാൻ വേണ്ടി അയച്ചു. അന്വേഷണം ഊർജിതമായി നടന്നു. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും നമുക്ക് ഒരു ക്ലൂവും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ഈ സംഭവ സ്ഥലത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവർ വന്നു. അപ്പം ഞങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഇത് ഇത്ര വലിയൊരു ക്രൈമല്ലേ നടന്നത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാർ ശ്രമിക്കുന്നുണ്ട് സാർ, ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്ന് അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തു. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിൽപ്പെട്ട അതുവരെ നടത്തിയ അന്വേഷണത്തിൽ ആരാണെന്നുള്ള ഒരു തെളിവുമില്ല. പുറത്തുനിന്നുള്ള സ്ക്വാഡുകാരെയും, അതായത് തലശ്ശേരി സ്റ്റേഷനിലുള്ള പോലീസുകാരല്ലാത്ത പുറത്തുള്ള പോലീസുകാരെയും കൂടി അന്വേഷണത്തിൻ്റെ ഈ കേസിൻ്റെ പ്രത്യേകത വെച്ചിട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി. അവരും പല സ്ക്വാഡുകളായിട്ട് അവരുടെ ലിമിറ്റിലും മറ്റു പല ലിമിറ്റുകളിലും ഒക്കെ അന്വേഷിക്കുന്നു. കാരണം ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണിത്. പിടിച്ചുപറിയും അതുപോലെ തന്നെ വധവും. അത് അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സിലാണ് പോലീസ് എടുത്തതും അന്വേഷണം നടത്തിയതും. പക്ഷേ 2 ദിവസമായിട്ടും ഒരു തെളിവും കിട്ടുന്നില്ല. രണ്ടാമത്തെ ദിവസം രാവിലെ ഞാൻ പ്രേമനും മറ്റ് ആൾക്കാരും കൂടെ വണ്ടിയിലും കൂടെ പോകുന്ന സമയത്ത് അവിടെ കണ്ട ഒരാൾ, ആ സംഭവ സ്ഥലത്തിനടുത്ത് കണ്ട ഒരാൾ ഞങ്ങളോട് പറഞ്ഞ്, ഒരു വല്ലാത്ത സംഭവമായിപ്പോയി ഇത്, പ്രതിയെ കിട്ടിയോ സാറേ, ആരാന്ന് വല്ലതും അറിയാവോ എന്ന് ചോദിച്ചു. ഈ സാധാരണ എല്ലാ ദിവസവും ഒരു ദിവസം അന്വേഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിലൊന്ന് കൂടും. ഇന്നത്തെ നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ, എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ, ആരാണെന്ന് വല്ല സംശയമെങ്കിലും ഉണ്ടോ, എല്ലാ പ്രതികളെയും ഈ മുൻശിക്ഷക്കാരെയും കേസിൽ ഉൾപ്പെട്ടവരെയും എല്ലാവരെയും ചെക്ക് ചെയ്തോ, അവന്മാരെല്ലാം അവിടെയൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് വിശകലനം ചെയ്യും. അങ്ങനെ വിശകലനം ചെയ്യുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ, ബിജുരാജാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്നോട് പറഞ്ഞു, സാർ ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, ഈ വല്ലാത്ത സംഭവമായിപ്പോയി, പ്രതിയെ കിട്ടിയോ സാറേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബിജുരാജെ, ഞങ്ങളോട് ഇന്ന് രാവിലെ അങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചു, നിന്നോട് പറഞ്ഞ ആരാ? എന്നോട് പറഞ്ഞത് അവിടെ ആ പരിസരത്ത് മീൻ വെക്കുന്ന ഒരാളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ മീൻ വെക്കുന്നത് തന്നെയാണല്ലോ എന്നോടും പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് നിങ്ങൾ രാത്രി നോക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിട്ടോ, നിങ്ങൾ പോയി ഇവൻ്റെ മൂവ്മെൻറ്റും ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ ഇവനെ പുറകെ പോയി. എന്നിട്ട് ഇവൻ മീനെടുക്കുന്ന കടക്കാരൻ്റെ അടുത്ത് ഇവർ പോയി അന്വേഷിച്ചു, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, ഇവൻ ഇന്നലെ സാധാരണ 6:30 വരുന്നതാണ്, ഇന്ന് വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സംശയം തോന്നി. അപ്പോൾ ഇവൻ്റെ പുറകെ തന്നെ കൂടിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. പോലീസുകാർ ഇവൻ്റെ പുറകെ കൂടി ലോക്കലിൽ നിന്ന് കുറേ വിവരങ്ങൾ ശേഖരിച്ച് ലോക്കൽ നടത്തിയ അന്വേഷണത്തിൽ ഇവന് വാടകക്കാർക്ക് വാടക കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്ത് തീർത്തതായിട്ട് ഒരു വിവരം കിട്ടി. വേറൊരു പോലീസുകാരൻ്റെ അന്വേഷണത്തിൽ ഇവൻ കടം വാങ്ങിയ ഒരു പൈസ ഒരാൾക്ക് കടം വീട്ടിയതായിട്ടും വിവരം കിട്ടി. അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഇത് നമുക്ക് സംശയവും ബലപ്പെട്ട് വരികയാണല്ലോ, ആ വഴിക്ക് തന്നെ അന്വേഷണം നീങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഏതായാലും ഇത്രയും ക്ലൂ നമുക്ക് കിട്ടിയതല്ലേ,
ഇവൻ ഈ പൈസ കൊടുത്തിട്ടുണ്ട്, ഇവൻ പിന്നെ നമ്മളോട് ഈ ഡയലോഗും പറഞ്ഞിട്ടുണ്ട്, ഈ എന്തോ ചെറിയ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്, കസ്റ്റഡി എടുക്കാൻ പറഞ്ഞു. ഇവനെ കസ്റ്റഡിയിലെടുത്ത് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇവൻ കുറ്റകൃത്യം സമ്മതിച്ചു. ആ വീട്ടിൽ ആരും ഇല്ല എന്ന്, ഈ സ്ത്രീ അല്ലാണ്ട് വേറെ ആരും ഇല്ലയെന്ന് അറിയുന്ന ഒരാളാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. കാരണം അടുത്തടുത്തെല്ലാം വീടുകളുണ്ട്, അവിടെ തൊട്ടടുത്തും വീടുണ്ട്, ഒരു 100 മീറ്ററിനുള്ളിൽ ഒരു 3-4 വീടുണ്ട്. അപ്പം ഈ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കേ ഉള്ളെന്ന് അറിയാവുന്ന ഒരാൾ ആയിരിക്കും ഈ കൃത്യം ചെയ്തത്. ഇവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നവൻ വ്യക്തമായി പറഞ്ഞു തന്നു. ഷാള് കൊണ്ട് ഇവരെ കഴുത്ത് ഞെരിച്ചതാണ്, ഭിത്തിയോട് ചേർത്ത് ഞെരിച്ച് ഒരു കാലിൽ നിന്ന് പറിച്ചെടുത്തതാണ്. മാല ഉരിയെടുത്ത കാര്യവും ചെയ്ത കൃത്യമായി അവൻ പറഞ്ഞു തന്നു. സ്വർണം എവിടെ കൊടുത്തു? തലശ്ശേരിയിലൊരു ജ്വല്ലറിയിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം, കുറ്റസമ്മതം നടത്തിയതിന് ശേഷം ഇവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം തലശ്ശേരിയിലുള്ള ശാരദാ ജ്വല്ലറിയിൽ പോയി. ജ്വല്ലറി ചെന്നപ്പോൾ ജ്വല്ലറിക്കാർ അവിടെ ഉണ്ടായിരുന്ന 2 പേര് ഐഡൻറ്റിഫൈ ചെയ്തു ഇവനിങ്ങനെ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് തന്നെ സാധനം സീസ് ചെയ്തു. കടക്കാരോട് ചോദിച്ചപ്പോൾ 35,600 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ആർക്കൊക്കെയാണ് കൊടുത്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പോലീസിന് സാധിച്ചു. ആ പണമെല്ലാം നമ്മൾ റിക്കവറി നടത്തി. പ്രതിയെ റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കി. കോടതി അവനെ റിമാൻഡ് ചെയ്തു. ഇൻക്വസ്റ്റ് സമയം CI പ്രേമൻ ഈ ലിഗേച്ചർ മാർക്ക്, അതായത് ഇവരെ കഴുത്ത് ഞെരിച്ച്, ഷാള് വെച്ച് കഴുത്ത് ഞെരിച്ച ഭാഗത്ത് നിന്ന് ഉള്ള ഫൈബർ എടുക്കുന്നതിന് വേണ്ടി സെല്ലോഫെൻ ടേപ്പ് ഉപയോഗിച്ച് അത് എടുത്തു. ആ എടുത്തത് പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ബന്ദോബസ്തിലെടുത്ത ഷാളിലെ ഫൈബറും തമ്മിൽ ലബോറട്ടറിയിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് തെളിഞ്ഞു. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ സാക്ഷികൾ ഇവൻ്റെ മുൻപുള്ള പെരുമാറ്റവും, കൃത്യത്തിന് മുമ്പുള്ള പെരുമാറ്റവും അതിന് ശേഷമുള്ള പ്രീവിയസ് കോണ്ടാക്റ്റും സബ്സിക്വൻ്റ് കോണ്ടാക്റ്റും കൃത്യമായിട്ട് പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അന്വേഷണത്തിൽ കേസ് തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് വന്നു, അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. പ്രതിയെ ലൈഫ് ശിക്ഷിക്കുകയും ചെയ്തു. വളരെ നല്ല രൂപത്തിൽ, വളരെ പെട്ടെന്ന്, അതായത് 3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്താനും മുതലുകൾ സീസ് ചെയ്യാനും നല്ല രൂപത്തിൽ അന്വേഷിച്ചിട്ട് കേസ് ശിക്ഷിപ്പിക്കാനും ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചു. അതിൻ്റെ മേൽനോട്ടം, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ മുതൽ പ്രതിയുടെ അറസ്റ്റും റിക്കവറി നടത്തുന്ന സമയത്തെല്ലാം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടാണ് അത് ചെയ്തത്. കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കേസ് 3 ദിവസം കൊണ്ട് തെളിയിക്കാനായിട്ട് പോലീസിന് സാധിച്ചതും അതുപോലെ തന്നെ പ്രതിക്ക് ജീവപര്യന്തം തടവ് വാങ്ങിക്കൊടുക്കാനും സാധിച്ചത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ നാദാപുരം SI ആയിരിക്കുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. ഈ നാദാപുരത്തുനിന്ന് ലീവെന്ന് പറഞ്ഞൊരു സംഗതി കിട്ടൂല, പ്രയാസ. SP പത്മകുമാർ സാറ് ഞാൻ വരുന്നതിന് മുമ്പ് ഒക്കെ ഒരു വലിയ ബെഞ്ചുണ്ട് ഇപ്പോഴത്തെ DYP ഓഫീസിന് മുന്നിൽ. അതിലാണ് സാറ് കിടക്കുന്നത് രാത്രിയിലും. ഞാൻ വന്ന് എനിക്ക് സാറ് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അടിയും പിടിയും ഈ കട്ടിയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നീ എങ്ങനെ ആയാലും വേണ്ടില്ല, ഏരിയ ഒന്ന് ലെവലാക്കണമെന്നൊരു നിർദ്ദേശം സാറ് തന്നു, സ്വാതന്ത്ര്യം തന്നു. സത്യത്തിൽ സാറിനോടുള്ള ഒരു നന്ദി പറയേണ്ടതാണ്, സർവീസ് ജീവിതത്തിൽ പറയേണ്ടതാണ്. എന്നെ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു വിട്ടത് പത്മകുമാർ സാറാണ്.
അപ്പം 99 എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ കല്യാണം 9/9/1999 നടത്തണം. കാരണം 9 എൻ്റെ ഒരു ലക്കി നമ്പറാണ്. പക്ഷേ നടന്നില്ല. അങ്ങനെ തീരുമാനിച്ചത് മാറ്റേണ്ടി വന്നു. കാരണം ഞാൻ ലീവിന് അപേക്ഷിച്ചു. 10 ദിവസത്തെ ലീവ് എനിക്ക് തന്നു. അന്ന് പത്മകുമാർ സാറല്ല അവിടെ SP. 10 ദിവസം ലീവ് തന്നു. ഞാൻ ലീവിന് പോകുന്നതിനൊരു 5 ദിവസം മുമ്പ് വിലങ്ങാട് സിറ്റിക്ക് ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ മുസ്ലിം പള്ളിയുണ്ട്, ചെറുത്. പള്ളിയെന്ന് പറയുമ്പോൾ നിസ്കരിക്കാനൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന ചെറിയൊരു സ്ഥലം. അതിലൊരു ഓല ഷെഡ് മേഞ്ഞിട്ടുണ്ട്. ഇതിന് രാത്രിയിൽ തീ പിടിച്ചു. സ്ഥലം നാദാപുരം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം CPM-ഉം ലീഗും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അതിന് വർഗീയ കളർ വരും. അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിവരം SP-യോട് പറഞ്ഞു. രാത്രിയിൽ തന്നെ വിവരം കിട്ടുന്നുണ്ട് നമുക്ക്. SP-യോട് പറഞ്ഞു, എല്ലാ അമ്പലങ്ങൾക്കും എല്ലാ പള്ളികൾക്കും മുന്നിൽ പോലീസിനെ ഇട്ട് പറ്റുന്നിടത്തോളം പട്രോളിങ് ഊർജിതപ്പെടുത്തി. കാരണം പെട്ടെന്ന് കമ്മ്യൂണലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കത്തിയിരിക്കുന്നത് ഒരു ചെറുതാണെങ്കിൽ ഒരു പള്ളിക്കാണ് തീ പിടിച്ചത്. രാത്രി തന്നെ DYSPയും CIയും എല്ലാവരും വന്നു. ഇതാരെന്തിനു ചെയ്ത് വല്ലാത്തൊരു പ്രശ്നത്തിലായി. കല്യാണത്തിന് ലീവ് ഞാനൊരു 3 ദിവസം മുമ്പ്, കല്യാണത്തിന് നടക്കുന്നതിന് 3 ദിവസം മുമ്പ് പോകാനായിരുന്നു തീരുമാനിച്ചത്. ഞാൻ SP-യെ വിളിച്ചു, സാർ ഞാൻ പോട്ടെ, നാട്ടിൽ കുഴപ്പം നടക്കുമ്പോഴാണോ നീ പോകുന്നത്, ലീവിൽ പോകുന്നത്? നീ ഒരു കാര്യം ചെയ്തോ, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, കല്യാണത്തിന് പൊയ്ക്കോ, നിൻ്റെ കല്യാണം നടക്കട്ടെ, പക്ഷേ പ്രതിയെ പിടിച്ചിട്ട് പോയാൽ മതി. തിരുവനന്തപുരംകാരനായ ഒരു SP-യാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. പ്രതിയെ പിടിച്ചിട്ട് പോയാൽ മതി. കുടുങ്ങിയില്ലേ ഞാൻ. അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, താല്പര്യമുള്ള കുറേ പോലീസുകാരുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കുന്ന കുറേ പോലീസുകാർ. ബാലകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയ മോഹനൻ, പ്രദീപൻ, ഇവരെയെല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ പോയി ഇത് അവിടെ ഫീൽഡിൽ അന്വേഷണം നടത്തിയിട്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എൻ്റെ ഭാഗ്യത്തിന് 3 പ്രതികൾ ചേർന്ന് കള്ള് കുടിച്ചിട്ട് ചെയ്തതാണ്. കള്ള് കുടിച്ചിട്ട് ചുമ്മാ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തീ കൊളുത്തിട്ട് പോയതാണ്. ഇതാ പ്രതികളെ 3 ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, 3 പേരെ അറസ്റ്റും ചെയ്തു. എന്നിട്ടാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് തലേ ദിവസം അവിടെ വീട്ടിലെത്തുന്നത്. ഈ 3 പ്രതികൾ ഇവർ ചെറിയ സംഗതി അന്നേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് കത്തിച്ചു. പക്ഷെ ഒരു നാട് കത്താവുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നത്. എന്തോ വേറൊരു റിട്ടാലിയേഷനും അവിടെ ഉണ്ടായില്ല, സംഭവിച്ചില്ല. അതൊരു ഭാഗ്യമായിട്ട് കരുതാൻ പറ്റൂ. പക്ഷെ അവർ ചുറ്റുമെല്ലാം അന്വേഷിച്ചു, അടുത്ത വീടുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ കുറച്ച് നാൾ മുമ്പ് അയാൾ വന്നതായിട്ട് ഓർക്കുന്നു. അടുത്തൊന്നും ഈ കുഞ്ഞേപ്പ് ആ വീട്ടിൽ വന്നതായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാനും സ്ക്വാഡിലുള്ള ആൾക്കാരും കൂടി ഒന്ന് അവരുടെ വീട്ടിൽ പോയി. ഈ അച്യുതൻ്റെ വീട്ടിൽ. അച്ഛന് എന്തെങ്കിലും അറിയാമോ, ഇത് എവിടെ പോയതാണെന്ന് അറിയാവുമെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം വീട്ടിലേക്ക് കയറുന്ന വഴിയോട് ചേർന്നിട്ട് മുറ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെന്ന് പറയാം, അവിടെ എന്തെല്ലോ കൂട്ടിയിട്ട് കത്തിക്കുമോ ഇയാൾ.